ഹായ് ഡിയേഴ്സ്, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചു നിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ, ബാ. അപ്പോൾ അതിനായിട്ട് അതാ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മുട്ടയൊക്കെ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഒരു വലിയ ഉള്ളി, ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ അതാ ഒരു പൊട്ടാറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രാംസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതാ നമുക്ക് ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടിയും ഒരു നുള്ളുപ്പും അതുപോലെ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ മൈദ മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ബ്രെഡ് ക്രാംസ് വേണം. അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിന്ന് ഓരോന്നായി എടുത്തിട്ട് ഈ മൈദ മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രാംസിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ബ്രെഡ് ക്രാംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കട്ട്ലേറ്റൊക്കെ കഴിക്കൂല, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ എഗ് കട്ട്ലേറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.